ഹലോ എവരിവൺ, IT കരിയറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് TCSന്റെ ഡിജിറ്റൽ ലേണിംഗ് ഹബിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ TCSന്റെ NQT ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. NQT ടെസ്റ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും എക്സാം പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ TCS കുറച്ച് കോഴ്സുകളും കൂടി ഓഫർ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി TCS ഡിജിറ്റൽ ലേണിംഗ് ഹബ് പേജ് ഓപ്പൺ ചെയ്യുക. ഇതാണ് TCSന്റെ ലേണിംഗ് ഹബ് പേജ്. ഈ ഒരു പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് കോഴ്സ് ഡീറ്റെയിൽസ് അവർ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി കോഴ്സുകൾ ഫ്രീ ആയിട്ടുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും കാണിച്ചിട്ടുണ്ട്. ഈ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ മിക്കതും NQT ടെസ്റ്റിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ടോപ്പ് പോർഷനിൽ ലേണിംഗ് കാറ്റഗറി, ലേണിംഗ് ടൈപ്പ്, ലേണിംഗ് ഹബ്സ് ഉണ്ട്. നമുക്ക് ലേണിംഗ് കാറ്റഗറിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ അതിന്റെ ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ടൈപ്പ് കാറ്റഗറി, ഓഫേർഡ് ബൈ, പ്രൈസ്, ഷെഡ്യൂൾസ്. ഞാനിപ്പോൾ ഫ്രീ കോഴ്സുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഫ്രീ സെലക്ട് ചെയ്യുക. കുറച്ച് കോഴ്സിന് ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ സ്കിൽസ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സബ്സ്ക്രൈബ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിൽ എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാമെന്ന് അവർ കാണിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ TCSന്റെ ലോഗിൻ ID വെച്ചിട്ടും ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഗൂഗിൾ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പോപ്പപ്പ് മെസ്സേജിൽ പ്രൈവസി ഡീറ്റെയിൽസ് ആണ് അവർ മെൻഷൻ ചെയ്തേക്കണേ. പ്രൈവസി നോട്ടീസ് എല്ലാം വായിച്ചു നോക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ഓഫ് യൂസ് ക്ലിക്ക് ചെയ്യുക. ആ ടാബിൽ കൊടുത്ത ഡീറ്റെയിൽസും വായിച്ചു നോക്കുക. അതിനുശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു കൺഫർമേഷൻ പോപ്പപ്പ് വരും. അതിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സക്സസ്ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് വരും. ആ പോപ്പപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പൊ കാണുന്ന പേജാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു പേജിൽ ഫസ്റ്റ് ടാബിൽ നമ്മൾ ഏതൊക്കെ കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്തെന്നും നെക്സ്റ്റ് ടാബിൽ നമ്മൾ ഏതൊക്കെ ജോബ്സിന് അപ്ലൈ ചെയ്തതെന്നും കാണിക്കും. അതിൽ മൈ പ്രൊഡക്ട്സ് എന്നുള്ളതിൽ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോഴ്സസ് ഓർ ബാച്ചസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ പേരും ഏത് ബാച്ച് ആണെന്നും അവർ കാണിച്ചിട്ടുണ്ട്. കോഴ്സ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ സ്കിൽസ് ആണ്. ബാച്ച് 4 ആണ്. സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്, ജൂലൈ 2 സ്റ്റാർട്ട് ചെയ്യുന്നു. എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് 13 സെപ്റ്റംബർ ആണ്. അതിന് താഴെ എത്ര പെർസെന്റേജ് കോഴ്സ് കംപ്ലീറ്റ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ 0% ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു പോപ്പപ്പ് ഉണ്ട്. അത് ഓഡിയോന്റെ ആണ്. ഓഡിയോ ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. കോഴ്സുകളെല്ലാം തന്നെ വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ്. ടോട്ടൽ 35 സ്ലൈഡ് ഉണ്ടെന്നാണ് ഇതിൽ കാണിച്ചേക്കണേ. ഓരോ സ്ലൈഡ് കഴിയുമ്പോൾ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം അസസ്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അസസ്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 10 മാർക്സ് ആണ്. ഈ ഒരു അസസ്മെന്റ് പാസ് ആവാൻ വേണ്ടി 7 മാർക്സ് ആണ്. 3 വട്ടം നമുക്ക് ട്രൈ ചെയ്യാം. 10 മിനിറ്റ്സിന്റെ എക്സാം ആണ്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോഞ്ച് അസസ്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 10 മിനിറ്റ്സിന്റെ ആണ്. സൈഡിൽ ടൈമർ ഉണ്ടാവും. അതിനുശേഷം കുറച്ച് കളർ കോഡുകൾ കാണിച്ചിട്ടുണ്ട്. ഗ്രേ കളർ എന്ന് പറയുന്നത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യനും, റെഡ് കളർ എന്ന് പറയുന്നത് ആൻസർ ചെയ്യാത്തതും, ഗ്രീൻ കളർ എന്ന് പറയുന്നത് ആൻസർ ചെയ്തതുമാണ്. അതിനുശേഷം കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐ ആം റെഡി ടു ബിഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കിയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസും, റെഡിൽ കാണിച്ചിരുന്നത് ആൻസർ ചെയ്യാത്തതും, ഗ്രേ കളർ കാണിച്ചിരുന്നത് വിസിറ്റ് ചെയ്യാത്തതുമാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ടോപ്പ് പോർഷനിൽ ടൈം ലെഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. എത്ര ടൈമാണ് ഇനിയുള്ളതെന്നാണ് കാണിച്ചേക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സമ്മറി കാണിക്കും. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് എന്നും എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തെന്നും എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം യെസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിൽ OK ക്ലിക്ക് ചെയ്യുക. അസസ്മെന്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജാണ് വന്നേക്കുന്നത്. അതിൽ OK ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ നമ്മുടെ മാർക്ക് ഡീറ്റെയിൽസ് അവർ കാണിച്ചിട്ടുണ്ടാവും. 4 മിനിറ്റ്സ് എടുത്തു ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ 7 മാർക്കാണ് കിട്ടിയിരുന്നത്. സ്റ്റാറ്റസ് പാസ് ആണ്. ആക്ഷൻ എന്നുള്ള ഏരിയയിൽ വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടി പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റ് ലിങ്ക്ഡിനിലോ നൗക്കറിയിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും.
ഇവിടെ നമ്മുടെ പെർഫോമൻസ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, അത് മോഡറേറ്റ് എന്നാണ് കാണിച്ചേക്കണേ. അതിനുശേഷം പെർഫോമൻസ് അനാലിസിസ് നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്, ഓവറോൾ റെസ്പോൺസ് എങ്ങനെയാണെന്ന് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് അതിന്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ടൈം മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 minutes കൊണ്ടാണ് ഈ എക്സാം കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടാവും. അതിനുശേഷം വരുന്ന ടാബിൽ പെർഫോമൻസ് അനാലിസിസ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും കാണിച്ചിട്ടുണ്ടാവും. ഗ്രീൻ കളറിൽ കാണിച്ചിരുന്നതെല്ലാം കറക്റ്റ് ആൻസർ ആണ്, ഓറഞ്ച് കളർ കാണിച്ചേക്കുന്നത് റോങ് ആൻസർ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആൻസർ അവർ കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ലേണിംഗ് ഹബിൽ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഇതുപോലെ എത്ര കോഴ്സ് ആണെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.